നീതിമാനായ താതാ, മാറിയേസേ പുണ്യതാതാ, മാനവരാദരവാ കീർത്തിക്കും പുണ്യതാതാ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രത്യേകമായി എല്ലാ അധ്വാനിക്കുന്ന മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണിത്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാകാം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ ഉണ്ടാവാം, മക്കളുണ്ടാവാം, വിദേശങ്ങളിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൊഴിലാളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും തൊഴിൽ മേഖലകളിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തി നിറയട്ടെ. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും അവർ അനുഭവിക്കുന്ന ജോലി മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ശക്തിയും കൃപയും ഔസേപ്പിതാവിന് മാധ്യസ്ഥം വഴി പിതാവായ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം ആളുകൾ കമൻ്റ് ചെയ്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടും കൂടുതൽ ജോലി ഭാരം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ പ്രാർത്ഥനയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാർ പറഞ്ഞത് അവർ ജോലിയിൽ ഒരു സ്ഥിരതയില്ല, നാളെ ജോലി പോകുമല്ലോ എന്നറിയത്തില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേടുന്ന കുറേ ആൾക്കാരുണ്ട്. ജോലിയിൽ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യം നോക്കണം, ലോണുകൾ അടയ്ക്കണം, മറ്റു കാര്യങ്ങൾ കുട്ടികളുടെ പഠനം ക്രമീകരിക്കണം, അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ പ്രാർത്ഥനാ നിയോഗം ഇങ്ങനെയാണ്: ജോലിയുണ്ട് അച്ഛാ, എല്ലാം ചെയ്യുന്നു, പക്ഷേ മിച്ചം പിടിക്കാനൊന്നുമില്ല, സ്വരുക്കൂട്ടാനൊന്നുമില്ല, അത് കൈവെള്ളയിൽ നിന്ന് വെള്ളം ചോർന്നത് പോകുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളും പൈസയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തിക വരുമാനങ്ങളെയും അതിൻ്റെ ചെലവുകളെയും ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുവാനുള്ള നല്ല മനസ്സും നല്ല ആരോഗ്യം നൽകി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗിയായതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലുള്ള വായന 16-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. 16-ാം അധ്യായം 3-ാമത്തെ തിരുവചനം: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അധ്വാനത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളും ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യങ്ങളും, ജോലി ഉണ്ടാവാം, അതിനെക്കുറിച്ച് പ്ലാനിങ്ങുകളും ഉണ്ടാവാം, എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വചനം പറയുകയാണ്, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, അത് ഫലമണിയും. നമ്മൾ ഒരു നിയോഗത്തോടുകൂടി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഉള്ള ജോലിയിൽ സ്ഥിരത ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു ജോലിയിൽ നിന്ന് ഉയർച്ച കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ പഠിച്ച മേഖലയിൽ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത് നല്ല ജോലികൾ തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ അധ്വാനത്തിന് ദൈവികമായ പ്രതിഫലം തന്ന് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അപ്പച്ചന്മാരെയും നമുക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തെ നോക്കുക, രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് നല്ല ആരോഗ്യം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് നല്ല മനസ്സ് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തെ പണിതുയർത്തണമെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാവിലെയും രാത്രിയും പകലും എല്ലാം മക്കൾക്ക് വേണ്ടി 1 ഷിഫ്റ്റും 2 ഷിഫ്റ്റും എക്സ്ട്രാ ടൈമൊക്കെ ജോലി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലയിൽ, അവരുടെ ജോലി മേഖലയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. അവരുടെ പ്രയത്നത്തിന് ദൈവം ഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ വിവിധങ്ങളായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അധികാരികളിൽ നിന്നുള്ള സംഘർഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. കൂടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നുള്ള പെരുമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ചില ജോലികൾ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായതും അതുകൊണ്ട് മാനസികവും ശാരീരികമായ ടെൻഷൻ മൂലം കടന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് നിങ്ങളുടെ ജോലി മേഖല നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ആ ജോലിയിൽ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളോട് ആഭിമുഖ്യമുള്ള മനുഷ്യരായിട്ട് ദൈവം പതുക്കെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെ സമർപ്പിച്ച് വിദേശ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ കാലാവസ്ഥകൾ, അവരുടെ സംസ്കാരങ്ങൾ, ഭക്ഷണ രീതികൾ, ഉറക്കം അതെല്ലാം വ്യത്യസ്തമായ രീതികളുള്ളതാണ്. അതുമായിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സമർപ്പിച്ച് ജോലി മേഖലയിൽ അലർജി മൂലം ജോലിക്ക് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് എല്ലാ കൃഷിക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃഷിക്കാരെയും കാലാവസ്ഥയ്ക്ക് പ്രതികൂലമായിട്ട് പോലും നമുക്ക് വേണ്ടി മണ്ണിൽ അധ്വാനിക്കുന്ന എല്ലാ കൃഷിക്കാരെ സമർപ്പിച്ച് നിങ്ങളുടെ പ്രയത്നം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുമായി ബന്ധപ്പെടുന്ന കൃഷിയിടത്തെയും സമർപ്പിച്ച് നിങ്ങളുടെ കൃഷിയിടത്തിലുള്ള വിളവുകൾ നല്ല ഫലം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൃഷിയിടത്തിലെ വിളവുകൾ നിങ്ങൾക്ക് നല്ല ഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളില്ലാത്ത നല്ല കൃഷിയിടങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡ്രൈവർമാരെ സമർപ്പിച്ച് ബസ് ഡ്രൈവർമാരുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്, വ്യത്യസ്തമായ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം നല്ലൊരു പ്രതിഫലം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സെക്യൂരിറ്റിമാരെ എല്ലാ സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലുകളിൽ, റോഡുകളിൽ നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസുമാരെ, എല്ലാ സെക്യൂരിറ്റിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങൾ, വേദനകളിലെല്ലാം ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം ഒരു പ്രതിഫലം തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യം തന്ന് എല്ലാ ക്ലീനിങ് സ്റ്റാഫുകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകളിൽ, റോഡുകളിലുമൊക്കെ ക്ലീനിങ് വർക്ക് നടത്തുന്ന എല്ലാ ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ മാന്യമായി പുലർത്തുവാനുള്ള ക്രമീകരണം തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയി വീട്ടിലായിരിക്കുന്ന എല്ലാ ആൾക്കാരെ സമർപ്പിച്ച് നല്ല ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരെ വിദേശ രാജ്യങ്ങൾ ജോലിക്ക് പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച്, ഇൻ്റർവ്യൂവിലായിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിങ്ങളുടെ ആ ജോലിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ദൈവത്തിനൊരു അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രയത്നത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നിന്നെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും സാമ്പത്തിക ക്രമീകരണം തന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെ ബോട്ടുകളിൽ, ഷിപ്പുകളിൽ, മത്സ്യ പിടിക്കുവാൻ വേണ്ടി പോകുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലമായ ഒരു സാഹചര്യത്തിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ക്രമീകരണം തരുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റോഡുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സമർപ്പിച്ച് എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളോടുകൂടി. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന് പറഞ്ഞ ആ വചനത്തിൽ അഭിഷേകം കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ആരോഗ്യവും നല്ല ബുദ്ധിശക്തിയും നല്ല കഴിവുകളും നല്ല സാമ്പത്തിക ക്രമീകരണം തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ യേശു പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശു പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകൾ ഓരോ ദിവസം അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നമ്മുടെ തൊഴിൽ മേഖലയിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ തൊഴിൽ മേഖല നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ തൊഴിൽ കൊണ്ട് നമ്മുടെ കുടുംബം ഓരോ ദിവസവും
മുന്നോട്ട് പോകുവാൻ, പുരോഗതിയിലേക്ക് പോകാൻ ക്രമീകരണങ്ങൾ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ വിശുദ്ധ യേശുവേ പിതാവേ, ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച യേശുവേ പിതാവേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും ഭയാശങ്കകളും അങ്ങേ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജോലി മേഖലകളിൽ അനുഗ്രഹമാകുവാൻ എനിക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ. ദൈവദൂതൻ നൽകിയ സ്വപ്ന ദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹെരോദേസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ചവനെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും തലമുറയെയും സംരക്ഷിക്കുവാനായി അങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉറക്കത്തിലും ഉണർവിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യേശുവേ പിതാവേ, എൻ്റെ പ്രത്യേകമായ ഈ നിയോഗം, ഇപ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശുദ്ധ യേശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ജോലി മേഖലയിൽ ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാതൃശക്തി വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും രാത്രിയും നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ് കാണുന്നത് വരെ ദൈവം നിങ്ങളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. ആമേൻ.